കമ്പനി LLP അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ ഹാപ്പി മൂഡിലാണ്. അതായത് കമ്പനി ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി നമുക്കിനി എന്താ വേണ്ടി, അതായത് LLP രജിസ്റ്റർ ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 30 days, അതായത് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി വിത്തിൻ 30 days ഫോം 3 ഫയൽ ചെയ്യണം. അതുപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ INC 20 അതുപോലെ ADT 1, അതായത് ഓഡിറ്റർ അപ്പോയിൻമെന്റ്, കൂടാതെ തന്നെ നമ്മൾ ബാങ്കിൽ എമൗണ്ട് എത്രയാണ് ക്യാപിറ്റൽ പറഞ്ഞിട്ടുള്ള ആ എമൗണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് നമ്മൾ MCL അപ്ലോഡ് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായി, പിന്നെ അതായത് അതോടുകൂടി നമ്മളെ കമ്പനി ഇൻകോർപ്പറേഷന്റെ സെറ്റപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ ആനുവൽ കംപ്ലയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കണം. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓരോ അക്കൗണ്ട്സ് നമ്മൾ പ്രോപ്പർ ചെയ്ത് പോകണം. ഓരോ ട്രാൻസാക്ഷനുകളും നമ്മൾ അക്കൗണ്ട് ചെയ്ത് പ്രോപ്പർ ചാനലിൽ പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അതെന്താവും, അക്കൗണ്ട്സ് നമുക്ക് പ്രോപ്പർ ആവാൻ കഴിയില്ല. നമ്മൾ ഫസ്റ്റ് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യാന്നാണ്. ഇനി അക്കൗണ്ടിനെ ഹയർ ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് അവൈലബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വിർച്വൽ അക്കൗണ്ട്സ് ഒരുപാട് അവൈലബിൾ ആണ്. നമ്മളെടുത്തുകൊണ്ട് വിർച്വൽ അക്കൗണ്ട്സ്, അങ്ങനെ വിർച്വൽ അക്കൗണ്ട്സിനെങ്കിലും നിങ്ങൾ വെച്ചിരിക്കണം. അതായത് നിങ്ങൾ അക്കൗണ്ട്സിനെ വെക്കുന്നതിൻ്റെ സാലറിൻ്റെ പകുതിയോ കൊടുത്താൽ മതി വിർച്വൽ അക്കൗണ്ട്സിന്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ, അതായത് അക്കൗണ്ട്സിന് നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. സ്റ്റാർട്ടിങ് തന്നെ പ്രോപ്പർ അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിട്ട് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നല്ല പെനാൽറ്റി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ, അക്കൗണ്ടിങ് പരമായിട്ടും കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.